അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാനാവില്ലെന്ന് ആശാ ലോറൻസ് തുടരുകയാണ്. ആശാ ലോറൻസ്, പാണ്ഡ്യാല ഷാജി പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? ഭാര്യയുണ്ടെങ്കിൽ മൃതദേഹം വിട്ടുകൊടുക്കില്ല. ഇപ്പോൾ മകൾ പറയുന്നതിനോടൊപ്പം നിൽക്കണം എന്നാണ്. അങ്ങനെ നിൽക്കാൻ പറ്റൂ? പാർട്ടിക്ക് ഇതിൽ എന്ത് കാര്യം എന്നുള്ളതാണ് ചോദ്യം. മരിച്ചുപോയ മകനുണ്ടായിരുന്നെങ്കിലും എതിർക്കുമായിരുന്നു. മരിച്ചുപോയ മകനും ആദ്യകാലത്തൊക്കെ നിരീശ്വരവാദിയായിരുന്നു. പക്ഷെ അയാളും അവസാനം പ്രാർത്ഥനയിലോട്ട് മാറിയ ആളാണ്. ഞാനും ഈശ്വരവിശ്വാസിയാണ്. ദുബായിലുള്ള മകള് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അപ്പന് അന്ത്യകൂദാശ കൊടുത്ത മകളും ഈശ്വരവിശ്വാസിയാണ്. മൂത്ത മകൻ പാർട്ടി മെമ്പറാണ്. അപ്പൊ അത് പാർട്ടി മകൻ എന്നുള്ള നിലയ്ക്കല്ല, അത് പാർട്ടി സഖാവാണ് അയാള്. അപ്പൊ പാർട്ടി അടിമത്തം കാണിച്ചതാണ്. അതവിടെ നിലനിന്ന് പോവില്ല. അപ്പന്റെ ഞങ്ങളുടെ ഇപ്പൊ എനിക്ക് പള്ളിയിലൊക്കെ എല്ലാ സർട്ടിഫിക്കറ്റിലും ഇന്ന ഇടവക അംഗമായ മാടമാക്കൽ മാത്യു ലോറൻസിന്റെ മകൾ അല്ലെങ്കിൽ മകൻ, ഈ പറഞ്ഞ സഖാവ് സജീവൻ, ML സജീവൻ പാർട്ടി സഖാവാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിവാഹ സർട്ടിഫിക്കറ്റ് തിരുവനന്തപുരത്തെ പള്ളിയിൽ അനിൽ നമ്പ്യാർ എടുപ്പിക്കുക. എന്തായിരിക്കും ആ സർട്ടിഫിക്കറ്റിൽ എഴുതിയിരിക്കുന്നത്? എറണാകുളം കലൂര് കത്രിക്കടവ് സെന്റ് ഫ്രാൻസിസ് ഇടവക അംഗമായ മാടമാക്കൽ മാത്യു ലോറൻസിന്റെ മകനും മാത്യു ലോറൻസിന്റെയും ബേബി ലോറൻസിന്റെയും മകനായ ജോൺ, അയാളുടെ പള്ളിയിലെ പേര് ജോൺ എന്നാണ്. ML സജീവന്റെ പേര്, പള്ളിയിലെ പേര് ജോൺ. അയാളും ഇന്ന ആളും കൂടിയുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു എന്നും പറഞ്ഞാണ് വിളിച്ചു പറയണത്. അപ്പന് ഒരു ഇടവകയൊന്നും സഭ മാറ്റി നിർത്തിയിട്ടില്ല. സഭയുടെ ആദ്യകാല എതിർപ്പൊക്കെ മാറ്റി അപ്പൻ പള്ളി ഇടവക അംഗമാണ്. കത്രിക്കടവ് പള്ളിയിൽ ആരെങ്കിലും വിട്ട് അനിൽ നമ്പ്യാർ അന്വേഷിപ്പിക്കൂ. ഞാൻ പേര് വിളിക്കുവാണ്, ക്ഷമിക്കുക. അനിൽ നമ്പ്യാർ അന്വേഷിപ്പിക്കൂ. അപ്പൻ അവിടുത്തെ ഇടവക അംഗം ആണോ എന്ന് രജിസ്റ്റർ എടുപ്പിച്ച് നോക്കുക. അപ്പൻ അവിടുത്തെ അംഗമാണ്. പാർട്ടി മെമ്പർഷിപ്പിന്റെ ഒപ്പം അപ്പൻ ഒരിക്കലും എന്നെ പള്ളിയിൽ നിന്ന് വിടുതൽ ചെയ്യണമെന്ന് അപ്പൻ എവിടെ എഴുതി കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ അപ്പൻ അത്രയ്ക്ക് അതിഷ്ടില്ലെങ്കിൽ എന്നെ അപ്പൻ അത് ചെയ്യാമായിരുന്നു. അനിൽ നമ്പ്യാർ പറഞ്ഞു 3 വർഷം മുമ്പേ ഇന്റർവ്യൂ ചെയ്തിരുന്നു. ജോണി ലൂക്കോസ് ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നു. എത്രയോ മറ്റേ സഫാരി ചാനലിന്റെ ജോർജ് കുളങ്ങര അദ്ദേഹം ഇന്റർവ്യൂ എവിടെയെങ്കിലും അപ്പം പറഞ്ഞോ അപ്പന്റെ അന്ത്യാഭിലാഷം ഇതായിരിക്കണം എന്ന്? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ മോനെ എന്നെ കാശിയിൽ കൊണ്ടുപോകണമെന്ന്. അപ്പൊ അവൻ പറയും എന്നാ ഡൽഹി വെച്ചായിരുന്നെങ്കിൽ എളുപ്പമാണെന്ന് അവൻ പറയാറുണ്ടല്ലോ. 40 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ മരണത്തിനെ പറ്റി ചിന്തിക്കുന്നതോ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു വെക്കുന്നത് നല്ലതാന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ സുരേഷ് മനോരമയിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ചോദിക്കുക, ബോധമുള്ളപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കേണ്ടതാണ് മരണാനന്തരം എവിടെയായിരിക്കണം, എന്തായിരിക്കണം എന്നുള്ളത്. അതിലൊരു തെറ്റുമില്ല, അതൊരു നെഗറ്റിവിറ്റി അല്ല. ഇത്രയും ബോധം, ഇത്രയും വിഷനുള്ള അപ്പൻ ഇത് മാത്രം എന്റെ പറയാണ്ട് പോയി ഒരു ഇന്റർവ്യൂയിലും. ബോധം ഉണ്ടായിരുന്നപ്പോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പൻ ഇടവക ഒന്നും വേണ്ട, ഒരു ഉത്തരം പറയും. അപ്പൻ ഇത്ര ഉറച്ച കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അപ്പൻ എന്തുകൊണ്ട് എന്നെ പള്ളിയിൽ നിന്ന് വിടുതൽ ചെയ്യണം, ഇനി ഇന്ന ഇടവക അംഗമാണെന്ന് അപ്പൻ എഴുതാൻ പാടില്ലാന്ന് അപ്പൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ മൂത്ത മകളുടെ കല്യാണം പള്ളി വെച്ച് നടത്തിയപ്പോൾ അപ്പൻ സെക്രട്ടേറിയറ്റിൽ ആൻസറബിൾ ആയിരുന്നു. അവിടെ ചോദ്യം ഉന്നയിച്ചത് VS ആണ്, എന്തിനാണ് പള്ളി വെച്ച് നടത്തണമെന്ന്. അന്ന് അപ്പം പറഞ്ഞു ഭാര്യയുടെ മക്കളുടെയും ഇഷ്ടം കൂടി ഉണ്ട്, അതിനൊരു നിയമവശവും ഉണ്ട്. ഹിന്ദു കല്യാണം പോലെ എവിടെയെങ്കിലും വെച്ചിട്ടൊരു മാല ഇട്ടത് കല്യാണം ഗാന്ധർവ വിവാഹം പോലും ലീഗലി വാല്യബിൾ ആണ്. പക്ഷെ ക്രിസ്ത്യൻസിനെ പള്ളി വെച്ച് നടത്തിയിട്ടില്ലെങ്കിൽ നാളെ ഒരു ഡിവോഴ്സോ മെയിൻ്റനൻസ് കേസോ വന്നാൽ അതിന് ഒരു വാലിഡിറ്റി ഇല്ല ക്രിസ്ത്യൻ നിയമപ്രകാരം. അത് അനിൽ നമ്പ്യാർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടമില്ല. അദ്ദേഹം നേരത്തെ പറഞ്ഞ പാണ്ഡ്യശാല സാറ് പറഞ്ഞതുപോലെ അപ്പച്ചന്റെ ഭാര്യ ഞങ്ങളുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിലും ഈ നിലപാടേ എടുക്കുള്ളായിരുന്നു. പിന്നെ മൂത്ത മകൾ എന്റെ കൂടെ ചേരാനൊന്നും പോകണമെന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി ഇഷ്യൂസ്. അയാൾ ബയസ്ഡ് ആയിട്ട് അവിടെ നിൽക്കും. സത്യസന്ധമായിട്ട് ബൈബിള് കയ്യിൽ പിടിച്ച് സത്യസന്ധമായിട്ട് അയാളോട് പറയാൻ പറ. അപ്പൊ അന്ത്യകുദാശ ശ്രീമതി ആശ, എന്തായാലും ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒറ്റ കാര്യം കൂടി, അതായത് മെഡിക്കൽ കോളേജ് അധികൃതരുമായിട്ട് സംസാരിച്ചോ, ആശയവിനിമയം നടത്തിയോ? ഇത് വിട്ടുതരാനാവില്ല എന്ന് നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടോ? പറയാൻ സാധിച്ചിട്ടില്ല. അവിടെ പ്രിൻസിപ്പലിന് നമ്പർ കിട്ടുന്നില്ല. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. പ്രിൻസിപ്പലിനെ കണ്ടുപിടിക്കണം, നമ്പർ കിട്ടണം. ഞാനൊരു റിട്ടേൺ പരാതി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ തയ്യാറാക്കി വെച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരാളെങ്കിലും എതിർത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ വക്കീലുമാരോട് സംസാരിച്ചപ്പോൾ ഒരാൾക്കെങ്കിലും കുടുംബത്തിൽ ഏതെങ്കിലും 3 മക്കളെ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ, അതിൽ ഒരു മകൾക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിന് ഇത് ഏറ്റെടുക്കാൻ നിർവാഹമില്ല നിയമപരമായിട്ടെന്നാണ് എനിക്ക് ലീഗൽ അഡ്വൈസ് കിട്ടിയിരിക്കുന്നത്. അവർ വരാണ്ടിരിക്കുന്നതാണ് അവരുടെ ഉത്തരവാദിത്വം.
അവരുടെ മര്യാദയും ഈ പണിക്ക് വരാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഇനിയും 24 മണിക്കൂർ കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയിലെ തമ്പുരാക്കന്മാരും ഈ സഖാവ് മകനായ അടിമയും എല്ലാവരും കൂടി തീരുമാനിക്കുക ഇത് എത്രയും പെട്ടെന്ന് മാന്യമായിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പനായിട്ട് വിലപേശാനൊന്നും അല്ല ഞാൻ നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ ഇത് വിവാദമാക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ വിവാദം ഞാനാക്കിയതല്ല. അപ്പന്റെ യാത്രയായപ്പോൾ മംഗളമായിട്ട് നടക്കണം. അപ്പൻ ക്രിസ്ത്യാനി, ഒരു കാര്യം കൂടി പറയാൻ എനിക്ക് അനുവാദം തരണം. അപ്പൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രമാണ് ഈ പാർട്ടി ഇത് എതിർക്കുന്നത്. അപ്പൻ ഹിന്ദു ആയിരുന്നെങ്കിൽ വലിയ ചുടുകാട്ടിൽ കൊണ്ടുപോകുമായിരുന്നു. ഇത് പാർട്ടി പള്ളിയിലെ പ്രാർത്ഥന നടത്തി ഒരു ലോകം മുഴുവൻ അറിയും ഇതൊരു ഉറച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ക്രിസ്ത്യൻ ആചാരപ്രകാരം അടക്കം ചെയ്തു എന്നുള്ളത്. അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്താണ്. അതുകൊണ്ടാണ് പിതാവിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അന്ത്യകുദാശ കൊടുത്തു എന്ന് വിളിച്ചു പറഞ്ഞ പിതാവിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചത് ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്. അവിടെ പോയിട്ട് രാമായണോ ഭാഗവതോ ഒന്നും വായിച്ചൊന്നും ഇല്ലല്ലോ. പണ്ട് ഈഴവ പാർട്ടി ഇപ്പൊ മുസ്ലിം പാർട്ടിയാണെന്നാണല്ലോ പറയണത്. എന്ന് പറഞ്ഞ മുസ്ലിംസ് ആരും എന്റെ നേരെ വരണ്ട. അവരിലും നല്ലവരുണ്ട്. എനിക്ക് അതൊന്നും മതവും ജാതിയും ഒന്നും എന്നെ വർണ്ണം ഒന്നും എന്നെ ബാധിക്കില്ല. എന്റെ അപ്പന്റെ അടക്കം മാന്യമായിട്ട് നടക്കണം. അപ്പന്റെ ഡെഡ് ബോഡി ഇട്ട് പഠിച്ചു കഴിഞ്ഞ് അവിടെ ഇവിടെ ഇട്ട് വലിച്ചെറിഞ്ഞ് പട്ടി നായ്ക്കളും പൂച്ചകളും തിന്നാനുള്ള ആളല്ല എന്റെ അപ്പൻ. സമ്മതിച്ചു തരില്ല ഞാൻ. യെസ്, വളരെയധികം നന്ദി ശ്രീമതി ആശ ലോറൻസ് പ്രതികരിച്ചതിന്. എന്തായാലും ഉറച്ച തീരുമാനമാണ്. അന്തരിച്ച മുതിർന്ന CPI നേതാവ് MM ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കില്ല എന്ന് മകൾ ആശ ലോറൻസ് വ്യക്തമാക്കിയിരിക്കുന്നു. മെഡിക്കൽ കോളേജിന് മൃതദേഹം വിട്ടുകൊടുക്കുന്ന തീരുമാനം പാർട്ടിയുടേതാണ്. തീരുമാനമെടുത്തത് കുടുംബത്തിൻ്റെ സമ്മതം ഇല്ലാതെ എന്നും ആശ ലോറൻസ്